+2 ഹിസ്റ്ററിയുടെ എക്സാം ആണ് നാളെ. പ്രഡിക്ഷൻ വേണം. ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് പറഞ്ഞിട്ട് മക്കൾ അത് വരാതിരുന്നിട്ട് അവസാനം പൊങ്കാലിടാൻ വരുത്. എന്നാലും നമ്മുടെ മക്കള്, കേരളത്തിലെ മക്കൾ നമ്മളെ വിശ്വസിച്ച് ചോദിച്ചതാണ്, അതുകൊണ്ട് കൊടുക്കാതിരിക്കാനും പറ്റൂല. എന്തായാലും നമുക്ക് നോക്കാം. ഈ 7ാമത്തെ ചാപ്റ്റർ വിജയനഗര എന്നുള്ള 7ാമത്തെ ചാപ്റ്റർ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് അമരനായക, അതുപോലെ തന്നെ മഹാനവമി ദിബ്ബ, പിന്നെ ഫോർട്ടിഫിക്കേഷൻ, ആ കോട്ടകളുടെ കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അതായത് റോഡ്, പിന്നെ ജലസ്രോതസ്സുകളൊക്കെ നോക്കി വെക്കാം. 7ാമത്തെ ചാപ്റ്റർ. ഇനി 8ലേക്ക് വരുമ്പോൾ ജമാ ആൻഡ് അസീൽ, പിന്നെ ഐനി അക്ബറിയുടെ ലിമിറ്റേഷൻസ്, കുതുകഷ്ട പഹികഷ്ട നോക്കണേ. പിന്നെ അതുപോലെ തന്നെ അക്ബർ നാമ ബാദ്ഷാ നാമ ഇമ്പോർട്ടന്റ് ആണ്, എന്റെ മനസ്സ് പറയുന്ന കാര്യങ്ങളാണ് മക്കളെ. പിന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരാനുള്ളതാണ്. ഈ ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ ഫോളോ ചെയ്തിട്ടോ നിങ്ങളുടെ ഹിസ്റ്ററി ഫ്രണ്ട്സ് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ, അതായത് ഹ്യൂമാനിറ്റീസ് ഫ്രണ്ട്സിന് നോക്കാം. പിന്നെ 5th റിപ്പോർട്ട്, 5ാം റിപ്പോർട്ട് എന്റെ മനസ്സ് പറയുന്നുണ്ട് വരുമെന്ന്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ റീസൺസ് പഠിച്ചേക്കണോ, അവിടുത്തെ ചിത്രങ്ങൾ, ഇമേജസും കാര്യങ്ങളും നോക്കിയേക്കണോ. പിന്നെ എസ്എ ക്വസ്റ്റ്യൻ വരാൻ നല്ല ചാൻസ് ഉള്ള ഒരു സംഭവമാണ് ഗാന്ധിജിയുടെ 12ാമത്തെ ചാപ്റ്ററിന് ഏർലി സ്ട്രഗിൾസ്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, സാൾട്ട് സത്യാഗ്രഹ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഇതിൽ 3 എന്തായാലും വരും. പിന്നെ 13ാമത്തെ ചാപ്റ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ പാർട്ടീഷന്റെ സമയത്ത്, ഇന്ത്യ വിഭജനത്തിന്റെ സമയത്ത് സ്ത്രീകൾക്ക് എങ്ങനെയൊക്കെയാണ് ബാധിച്ചത് എന്നുള്ളത് നോക്കി വെക്കുക. ക്യാബിനറ്റ് മിഷന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി. പിന്നെ അതിലൊരു ചെറിയൊരു ഇത് ഇപ്പൊ മനസ്സിൽ പറയുന്നുണ്ട്, ഡയറക്റ്റ് ആക്ഷന്റെ ആ ഒരു ലീഗ് നടത്തിയ ഒരു പ്രവർത്തനം ഉണ്ടല്ലോ, അതും കൂടി നോക്കി ഇപ്പൊ മനസ്സിൽ വന്നാൽ. അപ്പൊ മാക്സിമം ഹ്യൂമാനിറ്റീസ് ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ അവരോട് പറയണേ ഇത് ഫോളോ ചെയ്യാൻ മറക്കരുതെന്നും കൂടി. താങ്ക്